2020 ലോകകപ്പിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക കലാശപ്പോര് ഇന്ന് രാത്രി നടക്കുകയാണ്. പ്രഥമ T20 ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യ നിലവിലെ ജേതാക്കളായ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ആദ്യമായി ഫൈനലിലെത്തുന്ന ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാനെയാണ് സെമിയിൽ തോൽപ്പിച്ചത്. ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവലിൽ രാത്രി 8 മണി മുതലാണ് മത്സരം. നമ്മുടെ പ്രിയ താരം സഞ്ജു സാംസൺ ടീമിലുള്ളത് കൊണ്ട് തന്നെ മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇന്നത്തെ ഫൈനലിനോട് ഒരല്പം ആവേശം കൂടുതലാണ്. സഞ്ജു ലോകകപ്പ് വിജയിക്കുന്ന ഇന്ത്യൻ ടീമിനൊപ്പം ആഘോഷിക്കുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. കോഴിക്കോട് നിന്ന് സാനിയോ മനോമി ചേരുന്നുണ്ട്. സാനിയോ, എന്താണ് കോഴിക്കോടത്തെ ഒരു ആവേശം? സഞ്ജു കളിക്കുമോ എന്നൊക്കെ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. കിരീട പോരാട്ടമാണ്. ആര് നേടുമെന്ന ആവേശത്തിലാണ് ഇങ്ങ് കോഴിക്കോടും ഉള്ളത്. കോഴിക്കോട്ടെ ഈ ക്രിക്കറ്റ് പ്രേമികളെ തേടി നടക്കുന്നതിനിടയിലാണ് എനിക്ക് കുഞ്ഞു ക്രിക്കറ്റ് പ്രേമികളെ കിട്ടിയത്. അതായത് സസെക്സ് അക്കാദമി എന്ന് പറയുന്ന ക്രിക്കറ്റ് അക്കാദമിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവരുടെ അടുത്ത് എത്തിയത്. ഏതായാലും എല്ലാവരും വലിയ ആവേശത്തിലാണോ? ഇന്നത്തെ കളി കാണുമോ? എല്ലാവരും ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആണല്ലേ? അപ്പോൾ ഇന്നത്തെ കളിയിൽ എന്താ പ്രത്യേകതയായിട്ട് തോന്നുന്നത്? ഇന്നത്തെ കളിയിൽ ഇത്രയും മാച്ച് ഇന്ത്യ നന്നായിട്ട് തന്നെ കളിച്ചു വന്ന് ബാക്കിയുള്ള എല്ലാ മാച്ചും ജയിച്ചിട്ടാണ് ഇപ്പോൾ ഫൈനൽ വരെ എത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് നമുക്ക് കിട്ടിയില്ല, അതിൻ്റെ ഒരു വാശി തന്നെ ഈ മാച്ചും കളിക്കണം. അപ്പോൾ എന്തായാലും കപ്പടിച്ചിട്ട് വേണം പോകാൻ. അവിടെ തിരിച്ചുകൊണ്ട് വരുമ്പോൾ കപ്പ് ഉണ്ടായിരിക്കണം കയ്യിൽ. കപ്പ് വേണം. രോഹിത് ശർമ്മേൻ്റെ കീഴിലുള്ള ആദ്യത്തെ കപ്പ് കിട്ടുന്നതാണ്. കിട്ടും തന്നെ പ്രതീക്ഷ. സഞ്ജു ഇറങ്ങണം എന്നൊക്കെ സഞ്ജു ഇറങ്ങണം എന്നുണ്ട്. ശിവൻ ദുബൈക്ക് പകരം സഞ്ജു ഇറങ്ങണം എന്നാണ് എനിക്ക് താല്പര്യം. മോനെന്താ തോന്നുന്നത് ഇന്നത്തെ കളി? ഇന്നത്തെ കളി ഇന്ത്യ ജയിക്കുന്നതാണ് തോന്നുന്നത്. അതെന്താ അങ്ങനെ തോന്നാനുള്ള കാരണം? ഇന്ത്യ ഇത്രയും കളിയായിട്ട് നല്ലോണം കളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തന്നെ കളിച്ചു പോവുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കനെ തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദക്ഷിണാഫ്രിക്കൻ്റെ പേസ് ബൗളർമാർ ഒരു വെല്ലുവിളിയാവുമോ? ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ രോഹിത് ശർമ്മയ്ക്ക് അങ്ങനെ വലിയ വെല്ലുവിളിയാവാൻ സാധ്യതയില്ല. രോഹിത് ശർമ്മ ഇപ്പോൾ ലാസ്റ്റ് 2 മാച്ചായിട്ട് നല്ല ഫോമിലാണ്, അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. മോനെന്താ തോന്നുന്നത്? മോൻ്റെ എന്താ ബൗളറാണോ? എന്താ? ഞാൻ ബൗളറാണ്. എന്താ തോന്നുന്നത്? ബൗളർമാർക്കൊരു ഭീഷണിയാവോ? ഉണ്ടാവില്ല. ഇന്ത്യ ജയിക്കുമെന്നാണ് പ്രതീക്ഷ. പിന്നെ ഇന്ത്യ ഇത്രയും കളി നല്ലോണം കളിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത് എന്തായാലും ജയിക്കും. നമ്മൾ സഞ്ജു വരണോ? ഇന്നത്തെ ടീമിൽ ഉണ്ടാവണോ? ശിവൻ ദുബൈ മാറ്റിയിട്ട് സഞ്ജു വേണമെന്നാണ് ആഗ്രഹം. വേറെ എന്തൊക്കെയാണ് ഇന്നത്തെ ആഗ്രഹങ്ങളുള്ളത്? ബാറ്റ്സ്മാൻ നല്ലോണം കളിക്കണം, ബോളേഴ്സ് നല്ലോണം ബോൾ ചെയ്യണം. എന്താ ഒരു പ്രതീക്ഷ ഇന്നത്തെ? ഇന്ന് നമ്മളിപ്പോൾ 2 ടീമും നല്ല സ്ട്രോങ് ടീമാണ്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ അൺബീറ്റനാണ്. അങ്ങനെ തന്നെ മൊത്തമായിട്ട് പോകണമെന്നാണ്. ഈ കളിയും ജയിച്ച് അൺബീറ്റനെ തന്നെ ആയി ഈ വേൾഡ് കപ്പ് അങ്ങ് പോകണമെന്നാണ് എല്ലാവരും. 2007 ശേഷം നമുക്ക് 2020 കിട്ടിയിട്ടില്ല. ഇല്ല, കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വേൾഡ് കപ്പ് ഓസ്ട്രേലിയനോട് തോറ്റത് അതിൻ്റെയൊക്കെ ഒരു വിഷമമാണ്. അതൊക്കെ ഇന്നത്തെ തീർക്കണം. ഇന്ന് പ്രധാനപ്പെട്ട ആരൊക്കെ ഇറങ്ങുന്നതെന്ന് അറിയോ? ഒരിത് വെച്ച് കഴിഞ്ഞ കളിയിലത്തെ ഫോം നോക്കി അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, ഭുവനേശ്വർ, ബുംറ ഇറങ്ങുന്നതാണ്. ബോളേഴ്സ് നല്ല സ്ട്രോങ് ആണ്. ബാറ്റിങ്ങിനെ കാട്ടി ഇന്ത്യക്ക് ബോളിംഗ് ആണ് ഈ വേൾഡ് കപ്പിൽ. പിന്നെ ഇന്ത്യ ജയിക്കണം എന്നാണ്. എന്തൊക്കെ ആഗ്രഹങ്ങൾ? ഇങ്ങനെ 5 വിക്കറ്റ് നേടണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുണ്ടോ? വിരാട് കോഹ്ലിൻ്റെ കംബാക്ക് അതല്ലേ കുറവ്. മോനെന്താ ആഗ്രഹമുള്ളത്? കപ്പടിക്കണം. കപ്പടിച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് നന്നായി കപ്പടിക്കണ്ടേ? നല്ലൊരു ലീഡിന് തന്നെ കപ്പടിക്കണം. അതായത് ആവേശഭരിതമായൊരു മത്സരമായിരിക്കണം തന്നെയാണ് ഇവർ പറയുന്നത്. എല്ലാ താരങ്ങളും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയണം. മാത്രവുമല്ല 2007 ശേഷം നമുക്കൊരു കപ്പ് 2020 വേൾഡ് കപ്പിലൊരു കപ്പടിക്കാൻ കഴിയണമെന്നുള്ള പ്രതീക്ഷയാണ് കോഴിക്കോട് സസെക്സ് ക്രിക്കറ്റ് അക്കാദമി മുന്നോട്ട് വെക്കുന്നത്.